എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി ഗൗരി. തറവാട്ടിൽ നിൽക്കണ്ട. എനിക്ക് കല്യാണം വേണ്ട, പേടിയാകുന്നു ഗൗരി. ഗൗരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവളുടെ വീട്ടിലെ ഹാൾ നിലത്തിരിക്കുവാണ് ഗൗരിയും നവമിയും. ആമി മോളെ, നിന്നെ ആരും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയും നിയമവും ഒക്കെയില്ലേ, നമുക്ക് പരാതി കൊടുക്കാം. ഞങ്ങൾ കൂടെ ഉണ്ട്. കരത മുഖമൊക്കെ നീര് വെച്ചു. ആമയുടെ മുഖത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഷീജ പറഞ്ഞു. എനിക്കാരുമില്ല ആൻറ്റി, എൻ്റെ കൂടെ നിൽക്കണേ. എനിക്കിപ്പോൾ കല്യാണം കഴിക്കണ്ട. ഷീജയുടെ മടിയിൽ കിടന്ന് മയങ്ങുമ്പോഴും ആ ചുണ്ടുകൾ അത് തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. കഷ്ടം, എങ്ങനെ ജീവിക്കേണ്ട കുഞ്ഞാണ്. ഇഷ്ടം പോലെ പണവും സ്വത്തുവകകളും ഒക്കെയുണ്ട്. എന്നിട്ടെന്താ കാര്യം? അതിനൊരു സന്തോഷമോ സമാധാനമോ ഉണ്ടോ? അവളുടെ തലയിൽ തഴുകി ഷീജ ഗൗരിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ജിത്തുവട്ടം വന്നാൽ ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മുടെ കൂടെ വിടാൻ തറവാട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരിക്കും. ഒന്നും ശരിയാവില്ല ഗൗരി. വിഷമം വരുമ്പോൾ കൊച്ചിങ്ങോട്ട് ഓടി വരും പോലെ അല്ല നമ്മുടെ കൂടെ നാട്ടിൽ വരുന്നത്. അവർക്ക് ജാതിയും മതവും ഒക്കെ നോക്കി ഓരോന്നും ചെയ്യുന്നതാണ്. അമ്മയ്ക്ക് ഉറപ്പാണ് ആമി അവർ വിടൂല. പിന്നെ എന്ത് ചെയ്യും അമ്മ? അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഈ സങ്കടം മുഴുവനും അവളിവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നോർത്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഗൗരി? ഇത് കണ്ട് വിഷമിക്കാനല്ലാതെ ഇതൊരു പെൺകുട്ടിയല്ലേ. അതിനേക്കാൾ അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ഏതെങ്കിലും കോഴ്സ് പഠിപ്പിച്ചൊരു ജോലിയാക്കിയിട്ടൊക്കെ വേണ്ടേ കല്യാണം കഴിപ്പിച്ചിടാൻ? ഇതൊരുമാതിരി ഭാരം ഒഴിച്ചു വിടുന്ന പോലെ സങ്കടത്തോടെ അവർ പറഞ്ഞു. വൈകിട്ട് ചായയൊക്കെ കൊടുത്തിട്ടാണ് ഷീജ ആമി വിട്ടത്. വാലുപോലെ ഗൗരിയുമുണ്ട്. ഞാൻ കുളിച്ചിട്ട് വരാടി, നീ ഇവിടെ ഇരുന്നോ. ഞാനിരുന്നോളാം, നീ കുളിച്ചിട്ട് വായോ. ഗൗരി സമ്മതിച്ചത് നവമി കബോർഡ് തുറന്ന് മാറാനുള്ള തുണിയുമായി ബാത്റൂമിലേക്ക് കയറി. ഗൗരി ഫോണും തോണ്ടി ബെഡിലേക്ക് ചാഞ്ഞു കിടന്നു. ഡി, വാതിൽക്ക് നിന്ന് ദീപ്തി ഗൗരിയെ വിളിച്ചു. എന്താടി? ഗൗരിയും വിട്ടില്ല. നിനക്ക് നാണയില്ലേടി ഇങ്ങനെ ആമയുടെ പിന്നാലെ നടക്കാൻ? എന്നിട്ടും ഞങ്ങളുടെ വീട്ടിലും കയറി ഇറങ്ങുന്നു. ദീപ്തി എങ്ങനെയും മാമയെ ഗൗരിയിൽ നിന്നും പിരിച്ച് ഒറ്റയ്ക്കാക്കണം എന്നതുപോലെ പറഞ്ഞു. അയ്യോ, എനിക്ക് ഒരു നാണോ ഇല്ലടി. എന്താണോ, ഇതെൻ്റെ ആമയുടെ കൂടെ വീടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഒട്ടും നാണയില്ല. പിന്നെന്താ, വാല് പോലെ. അതേലോ ഗൗരി, ആമയുടെ വാലാണ്. അത് പറയാൻ എനിക്കൊരു കുറച്ചിലും ഇല്ല. ദീപ്തി തുറച്ചു നോക്കി ഗൗരി. ശരിയാണ്, നിനക്ക് എന്തിനാ നാണം? നിന്നെയൊക്കെ കൊണ്ടു നടക്കുന്ന ആമയെ പറഞ്ഞാൽ മതിയല്ലോ. പണ്ടൊക്കെ നിന്നെയൊക്കെ ഈ അടിച്ചതിനകത്ത് അച്ചമ്മ കയറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ യാതൊരു എളുപ്പമില്ലാതെ കയറി ഇറങ്ങുന്നു. അയ്യോടാ ഡോക്ടർമാ, ഇതുവരെ 21ാം നൂറ്റാണ്ടിൽ എത്തിയില്ല അല്ലേ? ഏയ്, എത്തി എത്തി. അതുകൊണ്ടല്ലേ അനിയനായി കാണേണ്ടവനെ സ്വന്തമാക്കി അനിയത്തി അവനെ കൊണ്ട് തന്നെ വേണ്ടെന്ന് പറയിപ്പിച്ചത്. എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ അവനെയും കെട്ടി അവൾക്ക് മുന്നിൽ ജീവിക്കണം. ഇപ്പോൾ അവളെ കൂടെ ഇവിടുന്ന് ഓടിക്കണം അല്ലേ? പൊന്നുമോള് സ്വപ്നം കണ്ടിരുന്നോ ഈ ഗൗരി ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ ആമയെ നോവിക്കാൻ ഒരുത്തിയെ ഞാൻ സമ്മതിക്കില്ല. അവളൊരു വലിയ തറവാട്ടുകാരി വന്നിരിക്കുന്നു. തറവാട്ട് മഹിമ പറയുമ്പോൾ നീ കാണിക്കുന്നതിൻ്റെ അമ്മമ്മ ഓമന കുഞ്ഞമ്മ കാണിക്കുന്ന ഇമ്മാതിരി ചെറ്റത്തരം കൂടെ പറയണേ. ഗൗരി ദീപ്തിക്ക് നേരെ ഉറഞ്ഞു തുള്ളി. എന്താ ഗൗരി, എന്താടി ബഹളം? വെപ്രാളത്തോടെ ആമി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഗൗരിയോട് ചോദിച്ചു. ഒന്നും അറിയാത്ത ഇള്ളാക്കുഞ്ഞ് വന്നല്ലോ. ഈ ദാരിദ്ര്യവാസി പെണ്ണെക്കൊണ്ട് എന്നെ ഓരോന്ന് പറയിപ്പിച്ചോ നിനക്ക് മതിയായി അല്ലടി? ഗൗരിയുടെ അടുത്ത് കൂടുതൽ പറഞ്ഞാൽ വില പോവില്ലെന്ന് മനസ്സിലായതും ആമയ്ക്ക് നേരെയായി ദീപ്തി. ദീപി ചേച്ചി ഓരോന്നുണ്ടാക്കി പറയണ്ട. ഗൗരി ആരെയും ആവശ്യമില്ലാതെ ഒന്നും പറയില്ല. അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ അവളും വിടില്ല, അത്രയേ ഉള്ളൂ. കൊള്ളാലോ നീയൊക്കെ. രണ്ടും എൻ്റെ അമ്മാമ്മ ഇന്ന് വരും, നോക്കിക്കോ. ഇവിടെ പറഞ്ഞതിനൊക്കെ ചേർത്ത് നിനക്കാവും കിട്ടുക. പറഞ്ഞിട്ട് ദീപ്തി വെട്ടിത്തിരിഞ്ഞു പോയി. എന്താ ഗൗരി ഉണ്ടായത്? വലിയ ശബ്ദമൊക്കെ കേട്ടല്ലോ. ഒന്നുമില്ലടി, അവൾക്ക് ഭ്രാന്താണ്, അല്ലാതെ വേറൊന്നുമല്ല. നീ തല നന്നായി തുടക്കി വേണേ. ആമയുടെ കൈയും പിടിച്ച് ഗൗരി ചെന്ന് ബെഡിലിരുന്നു. ആമി, നിന്നെ അച്ഛൻ വിളിക്കുന്നു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഗൗരിയും ആമയും റൂമിലിരിക്കുമ്പോഴാണ് ആര്യൻ അങ്ങോട്ട് വന്ന് പറഞ്ഞത്. എന്തിനാ ആര്യേട്ടാ എന്നെ വിളിക്കുന്നേ? അറിയില്ലടാ, എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ അമ്മാമ്മ വന്നു. ഇവരെന്തിനാടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അവിടെ എവിടെയെങ്കിലും നിന്നാൽ പോരെ? ആര്യൻ പറഞ്ഞു കേട്ട് ഗൗരി ആമയുടെ ചെവിയിൽ ചോദിച്ചു. അതെ, കൂടുതൽ എൻ്റെ കുഞ്ഞിനെ ചെവി തിന്നണ്ട. ആ വന്നിരിക്കുന്നത് എൻ്റെ അമ്മമ്മയാണ്, അത് മറക്കുകയും വേണ്ട ഗൗരി. ആര്യൻ ഗൗരവത്തിൽ തന്നെ ഗൗരിയോട് പറഞ്ഞിട്ട് ആമയൊന്ന് നോക്കി തിരിഞ്ഞു നടന്നു. നോക്കടി, നീയല്ലേ പറഞ്ഞത് നിൻ്റെ ഏട്ടന് എന്നോട് പ്രേമമാണെന്ന്? നിനക്ക് സംശയമാണെന്ന് ഇപ്പം കണ്ടല്ലോ. ആ പൂതന ഓമന കുഞ്ഞമ്മയുടെ കൊച്ചുമകനാണെന്ന് ഇയാൾ തെളിയിച്ചു. ഇനി വാ, നിൻ്റെ വലിച്ചന് എന്താ മൊഴിയാനുള്ളതെന്ന് കേൾക്കാം. ഗൗരി ആമിയും കുട്ടി ഹാളിലേക്ക് വന്നു. വലിച്ച, എന്നെ എന്തിനാ വിളിച്ചത്? ആമി രാമചന്ദ്രനെ നോക്കി ചോദിച്ചു. ആ, ഇത് ആമയ്ക്ക് സൺഡേ ഇടാനുള്ള ഡ്രസ്സാണ്. അഖിലിൻ്റെ വീട്ടുകാർ വരുമ്പോൾ നല്ലോണം ഒരുങ്ങിയൊക്കെ നിൽക്കണം. ഗൗരിമോളും സഹായിക്കില്ലേ? ആമിയോടും ഗൗരിയോടുമായി അയാൾ ചോദിക്കുമ്പോൾ ഇരുവരും മുഖത്തോട് മുഖം നോക്കി. പിന്നെ ആമി തിരിഞ്ഞ് ആരിനെയും
വലിച്ച എനിക്കിപ്പോൾ കല്യാണം വേണ്ട. ഞാൻ എത്ര കഷ്ടപ്പെട്ടായാലും പഠിച്ചോളാം. നിൻ്റെ പഠിപ്പൊക്കെ ഞങ്ങൾക്കറിയാലോ കൊച്ചേ. +2 തന്നെ കഷ്ടപ്പെട്ടാണ് നീ പാസ്സായത്. നീ ഡിഗ്രി എങ്ങനെ പാസ്സാകും? അതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചോ. എന്ത് പറഞ്ഞാലും ചെക്കനൊരു ഡോക്ടറല്ലേ, നിനക്കത് ലോട്ടറി അല്ലേ? ഓമനക്കുഞ്ഞമ്മ പറയാൻ തുടങ്ങി. അമ്മമ്മ മിണ്ടാതിരിക്ക്. കല്യാണമൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം വേണ്ടച്ചാ, കുറച്ചുകൂടെ കഴിയട്ടെ. ആരും പറഞ്ഞു. അപ്പം ഇതുപോലെ കൊള്ളാവുന്ന ആലോചന വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അയാൾ തിരിച്ചു ചോദിച്ചതും മറുപടി ഏതുമില്ലാതെ ആര്യൻ ആമയെ നോക്കി. അവളെ നിറഞ്ഞു ചുവന്ന കണ്ണുകൾ അവനെയും അപ്പം ഗൗരിയെയും നോവിച്ചു. ആമി ഒന്നും മിണ്ടാതെ രാമചന്ദ്രൻ കൊടുത്ത കവറുമായി റൂമിലേക്ക് നടന്നു. പിന്നാലെ എന്ത് ചെയ്യുമെന്നൊരു ചിന്തയുടെ ഗൗരിയും. നീ വിഷമിക്കാതെ ആമി, എന്തായാലും ഇതൊരു പെണ്ണ് കാണലല്ലേ, അപ്പോൾ കണ്ടിട്ട് പൊയ്ക്കോട്ടെ. ജിത്തുവേട്ടൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കില്ല, ഉറപ്പ്. ഇന്നാണ് ആമയുടെ പെണ്ണ് കാണൽ. അതിന് ഒരുങ്ങുമ്പോഴാണ് ഗൗരി ആമയെ സമാധാനപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നില്ലടി ജിത്തേട്ടൻ വരുമെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ വരില്ലാന്ന്? നിനിഞ്ഞാന്ന് വരുമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് ഇതുവരെ വന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് ഉറപ്പാണ് ഗൗരി, ജിത്തേട്ടൻ വരില്ല. എടി ചിലപ്പോൾ എന്തെങ്കിലും തിരക്കാകും. എല്ലാവർക്കും തിരക്ക്. നവമിക്ക് കണ്ണു നിറഞ്ഞു. ഇന്നിവിടെ വെറും പെണ്ണ് കാണലാണെന്ന് നിനക്ക് തോന്നിയോ ഗൗരി? നവമി ചോദിക്കുമ്പോൾ ഗൗരിയുടെ മുഖം കുനിഞ്ഞു. ഇല്ലെന്ന് അവൾക്കും തോന്നിയിരുന്നു. പക്ഷേ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന പെണ്ണിനോട് പറയാൻ തോന്നിയില്ല. സാറില്ല, നടക്കട്ടെ. ഇവിടെ വരെ പോകുമെന്ന് അറിയണം. വെറും ഒരു പെണ്ണ് കാണലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് നടത്താൻ പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ. കല്ലിച്ച മുഖത്തോടെ നവമി ഗൗരിയോട് പറഞ്ഞു. ആമി, ഇന്നെന്ത് നടക്കുമോ അത് നടക്കട്ടെ. പിന്നീട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ ഇവരെന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുമായിരുന്നോ ഗൗരി? ഞാൻ എന്ത് തെറ്റാടി ഇവരോടൊക്കെ ചെയ്തത്? അഭിയേട്ടനോട് ഞാൻ മിണ്ടുക പോലുമില്ല. അത് മുൻപും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങോട്ടും ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും. ഇപ്പോൾ അതുമില്ല. എന്നിട്ടും ഞാൻ അയാളെ നോക്കി വെള്ളം ഇറക്കുവാന്ന്. എന്നെ ഒരു ചീത്ത പെണ്ണായിട്ടാണോ ഇവരൊക്കെ കാണുന്നത്? മുൻപൊക്കെ എല്ലാവർക്കും എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. ഒക്കെ അഭിനയമായിരുന്നു. ഇപ്പോൾ തനി സ്വരൂപം പുറത്തേക്കും വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നോ ഇവരോടൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്നോ അറിയില്ല. അവർക്കിപ്പം വല്യച്ഛനും ചേർന്നു. നിന്റെ കാത്തു അപ്പച്ചി അവിടെ കൂടെ ചേരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആമി. ഞാനും എന്നോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ, അവരുടെ മകൻ്റെ ജീവിതം തകർക്കരുതെന്ന്. എന്താടി അവരൊക്കെ അപ്പോൾ അവിടെ മോനെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നെന്നോ? കരഞ്ഞുകൊണ്ട് നവമി ഗൗരിയെ കെട്ടിപ്പിടിച്ചു. ദേ കൊച്ചേ, വേഗം പുറത്തേക്ക് ഇറങ്ങി വാ. ചെക്കൻ വീട്ടുകാരെത്തി. ഓമനക്കുഞ്ഞമ്മ അങ്ങോട്ട് വന്ന് പറഞ്ഞു. നവമി ദയനീയമായി അവരെ നോക്കി. അവർ യാതൊരു അറിവുമില്ലാതെ മുഖം തിരിച്ച് ഹാളിലേക്ക് തന്നെ പോയി. ഗൗരി വേണ്ട ഗൗരി, എനിക്ക് പേടിയാകുന്നു. കരയല്ലേ ആമി, ഞാനുണ്ടടി നിൻ്റെ കൂടെ, പേടിക്കാതെ വാ. ഗൗരി ആമയോട് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. ദേ വന്നല്ലോ. ഇതാണ് നവമി മോള്. ഞങ്ങളിവളെ ആമി എന്നാണ് വിളിക്കുന്നത്. അഖിലിന് ദീപ്തി പറഞ്ഞു. അറിയുമല്ലോ. രാമചന്ദ്രൻ ആമയും അഖിലിനെയും നോക്കി പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ആമയെ കണ്ടിട്ടുണ്ട്. പിന്നെ പെണ്ണ് കാണലായിട്ടൊന്നും വേണ്ട, കാര്യത്തിലേക്ക് കടക്കാം. അഖിലിൻ്റെ കൂടെ ഇരുന്ന കുറച്ച് പ്രായമായ മനുഷ്യൻ പറഞ്ഞു. മോളെ, ഇതാണ് അഖിലിൻ്റെ അച്ഛൻ. അയാളെ ആമയൊന്ന് നോക്കിയത് പോലുമില്ല. അവൾ നിറമിഴിയോടെ ഗൗരിയാണ് നോക്കിയത്. അച്ഛാ, പെണ്ണ് കാണലല്ലാതെ വേറെ എന്ത് ചടങ്ങാണ് ഉദ്ദേശിക്കുന്നത്? ആര്യൻ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. അത് പിന്നെ ആമി അവർ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നൊരു നിശ്ചയവും. പിന്നെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അഖിലിൻ്റെ അമ്മ ആമയ്ക്ക് വളയൊക്കെ ഇടുന്നുണ്ട്. രാമചന്ദ്രൻ പറയുന്നത് കേട്ട് ആര്യൻ തളർച്ചയുടെ ആമയെ നോക്കി. ഒക്കെ കേട്ട് തകർന്ന് നിൽക്കുവാണ്. ഇനിയിപ്പോൾ സമയം കളയണ്ട, നമുക്ക് ചടങ്ങ് നടത്താം. ആമ ഇങ്ങ് മുന്നോട്ട് നീങ്ങി നിൽക്ക്, ഓമനക്കുഞ്ഞമ്മ പറഞ്ഞു. ആമി ദേഷ്യത്തോടെ അവരെ നോക്കി. പിന്നെ എല്ലാവരെയും അവൾ മാറി മാറി നോക്കി. പിന്നെ മുന്നോട്ട് നീങ്ങി നിന്നു. എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. ഇതെന്ന് അല്ല, ഒരു കല്യാണവും ഇപ്പം വേണ്ട. അഖിലിൻ്റെ മുഖത്ത് തുറച്ചു നോക്കി ആമി പറഞ്ഞു. എടീ, ദീപ്തി ചാടി വന്ന് ആമയുടെ മുഖത്തടിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗൗരി പോലും ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി. അടുത്ത നിമിഷം ആമി ദീപ്തിയെ ശക്തിയിൽ പിടിച്ച് തള്ളി. അവൾ സെറ്റിലേക്ക് മറിഞ്ഞു വീണു. എനിക്ക് കല്യാണം വേണ്ട, എനിക്കിഷ്ടമില്ല. എല്ലാവരെയും തട്ടിമാറ്റി ഓടാൻ പോയ ആമി ഓമനക്കുഞ്ഞമ്മ പിടിച്ചു വെച്ചു. വിട്, എന്നെ വിട് ആമി, വിട്. ഗൗരിയും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. നീ അവളെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കു സതി. പെണ്ണ് കൂടുതൽ നിഗളിച്ചാൽ ഇവിടെ വെച്ച് താലി കിട്ടും അഖിൽ. എന്താ ഇവിടെ? എന്തിനാ നവമിയെ പിടിച്ചു വച്ചിരിക്കുന്നേ? വിട്ടേ അവളെ. പിന്നിൽ നിന്നും കേട്ട ആ ശബ്ദം ജിത്തുവിൻ്റെ ശബ്ദം. നവമിക്ക് ജീവൻ തിരികെ കിട്ടിയതുപോലെ ഓമനക്കുഞ്ഞമ്മയുടെ കൈ തട്ടി മാറ്റി അവൾ പാഞ്ഞു വന്ന് ജിത്തുവിനെ കെട്ടിപ്പിടിച്ചു. ജിതേട്ടാ,
എന്നെ അയാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ അഭിയേട്ടനെ നോക്കിയിട്ടൊന്നുമില്ല ജിത്തേട്ടാ. എനിക്ക് അഭിയേട്ടനോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടുമില്ല. പിന്നെ എന്തിനാ എന്നെ ഞാൻ അയാളെ നോക്കി വെള്ളം ഇറക്കുവാൻ വേണ്ടിയാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു ജിത്തേട്ടാ. എനിക്കിവിടെ നിൽക്കേണ്ട, എനിക്ക് ആരുമില്ല ജിത്തേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോവോ? ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം പ്ലീസ്. എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവരൊക്കെ ഇങ്ങനെ എന്നെ അടിക്കുന്നത്. ജിത്തുവിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി അവനെ ചുറ്റിപ്പിടിച്ച് നിന്ന് വാവിട്ട് കരയുന്ന ആ പെണ്ണെ ജിത്തു അടർത്തി മാറ്റി. ആരാ നിന്നെ അടിച്ചത്? അവളുടെ വെളുത്ത കവിളിൽ ചുവന്ന് കിടക്കുന്ന വിരൽപ്പാടിൽ തലോടിക്കൊണ്ട് ജിത്തു ചോദിച്ചു. ദാ ഈ പെണ്ണും പിള്ളയ്ക്ക് കൊടുക്ക് ജിത്തുവേട്ടാ. എൻ്റെ ആമയെ തല്ലിയതുപോലെ ഒരെണ്ണം അവളെ ചപ്പക്കവളിൽ. ഇത്രയും സമയം നവമയെ കരയിപ്പച്ചതിൻ്റെയും അവളെ അടിച്ചതിൻ്റെയും ഒക്കെ ദേഷ്യത്തിൽ ഗൗരി ജിത്തുവിനോട് പറഞ്ഞു. നീയാണോ ദീപ്തി നവമിയെ തല്ലിയത്? നവമിയെ നെഞ്ചിൽ നിന്ന് മടർത്തി മാറ്റി മുന്നോട്ട് വന്ന് ജിത്തു ദീപ്തിയോട് ചോദിച്ചു. അവൾ ദീപ്തി തള്ളിയിട്ട് ദേ നെറ്റി വീങ്ങി. ദീപ്തിയുടെ നെറ്റിൽ മുഴച്ചു നിൽക്കുന്ന ഭാഗം ചൂണ്ടിക്കാട്ടി ഓമനക്കുഞ്ഞമ്മ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ദീപ്തി നവമിയെ അടിച്ചു എന്നാണ്. ജിത്തുവിൻ്റെ മുഖം മാറുന്നത് കാണി ദീപ്തിക്കും ഭയം തോന്നി. പറയടി, നീ അവളെ അടിച്ചോ? അത് നല്ലൊരു ആലോചനയാണ് ജിത്തുവേട്ടാ ആഗ്രഹിൻ്റേത്. എന്നിട്ടും ഇവൾ അഭിയേട്ടന് വേണ്ടിയാണ് ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ തല്ലിപ്പോയത്. ആഞ്ഞ് ഒറ്റയടിയായിരുന്നു ദീപ്തിയുടെ കവളിൽ. ജിത്തു ആ ശബ്ദവും അവളെ കരച്ചിലും കിട്ടുന്ന നവമി ഭയത്തോടെ ഗൗരിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എടി ആമി, നിന്റെ വിറയിൽ ഇതുവരെ തീർന്നില്ലടി. എന്തൊരു തല്ലാടി ആ ദീപ ചേച്ചിക്ക് ചിത്രണം കൊടുത്തത്. അയ്യോ, അവളുടെ ഒരു ദീപ ചേച്ചി മരപ്പട്ടി, പൂതന, മാങ്ങാൻ്റെ മുറി, ചേറ്റ. അവളെ മൂക്കടിച്ച് പ്രാർത്ഥനമായിരുന്നു. നിനക്ക് വേദനിച്ചില്ലേ ആമി? നവമിയുടെ കവൾ തലോടി ഗൗരി ചോദിച്ചു. വേദനിച്ചെടി, നല്ലോണം വേദനിച്ചു. പക്ഷെ അതിലും വേദനിച്ചത് ഞാനൊരു ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞില്ലേടി. എനിക്ക് എന്തിനാടി അഭിയേട്ടനെ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും വിചാരിച്ചു പോലുമില്ല. പക്ഷെ ചേച്ചിയാണ് ഇഷ്ടം. എൻ്റെ ജാതകദോഷമുള്ളതെന്ന് പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ വേദന തോന്നി. എൻ്റെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലല്ലോ എന്നൊക്കെ തോന്നി എന്നതല്ലാതെ. അപ്പം ഞാൻ നിന്നെ സ്വന്തം അല്ലടി പട്ടി. നവമിയുടെ കാതിൽ പിടിച്ച് ഞെക്കി ഗൗരി. വിരടി എടി, എനിക്ക് വേദനിക്കുന്നു. അന്നത്തെ എൻ്റെ തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. എനിക്കെൻ്റെ ഗൗരിയേ ഉള്ളൂ എന്നെനിക്കറിയാലോ. നീ എന്നെ സ്വന്തം അല്ലേ? അല്ലടി, നീ ജിത്തേട്ടൻ്റെ കൂടെ കൊണ്ടുപോ. അവിടെ എന്ത് ജോലി വേണേലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞല്ലോ. നിനക്ക് എന്ത് ജോലി ചെയ്യാൻ അറിയാടി? ഗൗരി നവമയെ നോക്കി ഇരുപുരുക്കവും മാറി മാറി ഉയർത്തിയും താഴ്ത്തിയും കാണിച്ചു ചോദിച്ചു. അതിപ്പോൾ ഞാൻ ജിത്തേട്ടന് ചോറും കറിയും ഒക്കെ വെച്ച് കൊടുക്കും. അപ്പം നിനക്ക് അതൊക്കെ ചെയ്യാൻ അറിയോ? ഗൗരി കണ്ണുകൾ വിടർത്തി ചോദിച്ചു. നവമി ഗൗരിയെ നോക്കി ചുമൽ കൂച്ചി കാണിച്ചു. എനിക്ക് ചായയും കോഫിയും ഉണ്ടാക്കാൻ അറിയും. പിന്നെ പപ്പടം വറക്കും, ബുൾസൈ ഉണ്ടാക്കും, കുടിക്കാൻ ചൂടുവെള്ളവും ഉണ്ടാക്കും. ഇതൊക്കെ അറിയാടി. അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞെ, കുടിക്കാൻ ചൂടുവെള്ളം നീ ഉണ്ടാക്കുമോ? അതല്ലടി, പൈപ്പിൽ നിന്നും പിടിച്ച് ഒരു പാത്രത്തിൽ വെച്ച് ഗ്യാസ് സ്റ്റവിൽ വെക്കണം. അപ്പം ചൂടായിക്കോളും. എൻ്റെ നവമി, നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇനി ആരോടും ചോറും കറിയും വെക്കാൻ അറിയാമെന്നും പറയരുതേ. ഗൗരി നവമയെ തൊഴുതുകൊണ്ട് പറഞ്ഞു. അതിനിപ്പോൾ നീ ഇത്ര പറയാൻ ഞാൻ ജിത്തേട്ടൻ്റെ കൂടെ അല്ല, നിൻ്റെ കൂടെയല്ലേ വരുന്നത്? ഒരു ചിരിയുടെ നവമി ഗൗരിയുടെ തോളിൽ ചാഞ്ഞിരുന്നു. തറവാട്ടിന് പിന്നിലെ കുളത്തിൻ്റെ കരയിൽ ഇരിക്കുകയാണ് ഗൗരിയും നവമിയും. ആര്യനും ജിത്തുവും കൂടെ രണ്ടിനെയും മനുഷ്യ വരുമ്പോൾ കേൾക്കുന്നത് ഇതൊക്കെയാണ്. പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ മുകളിലെ പടിയിൽ ഇരുന്നിരുവരും. ഇതെന്തുവാടി എന്ന പോലെ ജിത്തു ആരിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നവമയോടുള്ള വാത്സല്യം നിറഞ്ഞു. എന്താണ് നവമി ഇവിടെ രണ്ടും കൂടെ? പിന്നീട് നിന്നും ജിത്തുവിൻ്റെ ശബ്ദം ഉയർന്നു. ഗൗരിയും നവമിയും ഒരുപോലെ ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്താ എന്താ ജിത്തേട്ടാ? ഏട്ടൻ്റെ മോള് ഇങ്ങ് വന്നേ, ഇവിടെ വന്നിരിക്കെ ചോദിക്കട്ടെ. ഇരുവരും ഭയമുണ്ടെങ്കിലും ഒതുങ്ങി വന്ന് ജിത്തുവിൻ്റെയും ആരിൻ്റെയും അടുത്തിരുന്നു. അപ്പോൾ നവമി ജിത്തേട്ടൻ്റെ കൂടെ വരുമല്ലേ? ജിത്തു നവമിയെ നോക്കി. അവളും പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ജോലിയൊന്നും അറിയില്ല ജിത്തേട്ടാ. ചോറും കൂട്ടാനും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് എന്നെ ഗൗരിയുടെ കൂടെ അവളുടെ നാട്ടിൽ പോകാൻ വിട്ടാൽ മതി. ഒരു ചിരിയോടെ ജിത്തുവിനെ നോക്കി നവമി പറഞ്ഞു. അതങ്ങനെ ശരിയാകും. നീ കേട്ടതല്ലേ വല്യമ്മവൻ പറഞ്ഞത്? ഒന്നെങ്കിൽ ഇവിടെ തറവാട്ടിൽ, അല്ലെങ്കിൽ തിരികെ ഹോസ്റ്റലിൽ പോയിക്കോണമെന്ന്. അതിലും നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന കാര്യമേ പറഞ്ഞിട്ടുമില്ല. അതുണ്ടല്ലോ ജിത്തേട്ടാ. ജിത്തുവിൻ്റെ കൈത്തണ്ടിൽ പതിയെ ചുരണ്ടി. നീ കാര്യം പറയടി. ആ നഖം വെച്ച് തോണ്ടിയിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. നവമി ജിത്തുവിനെ നോക്കി നിളിച്ചു. എന്താടിത്? അവളുടെ കോപ്രായം കണ്ട് ജിത്തുവും ആരിനും ചിരിച്ചുപോയി. ഒന്നുമില്ല ജിത്തേട്ടാ. പിന്നെയുണ്ടല്ലോ. ആ പറഞ്ഞോ. പിന്നെയുണ്ട്. അതിലേ എന്നെ ഗൗരിയുടെ കൂടെ വിട്ടില്ലെങ്കിൽ ജിത്തേട്ടൻ കൊണ്ടുപോയാൽ മതി. ഞാൻ തറവാട്ടിൽ നിൽക്കില്ല. കുഞ്ഞു കുട്ടികളെപ്പോലെ നവമി അവനോട് ചേർന്നിരുന്നു പറഞ്ഞു. അതിന് നിനക്ക് ഈ ഒരു മാസം എന്ത് ജോലിയാ ഞാൻ നോക്കുക? അതെനിക്ക് മുട്ടൻ ബുൾസൈ ഉണ്ടാക്കാനൊക്കെ അറിയാം. പിന്നെ ഗൗരിയോട് പറയാത്ത ഒരു സാധനം കൂടെ ഉണ്ടാക്കാൻ അറിയാം. എന്താ അത്? നീ എന്നോട് പറയാത്തത് എന്താടി? ഗൗരി കണ്ണുകൊട്ടി. അത് മറന്നു പോയതാ. ന്യൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം. ആ അതൊന്നും പോരാ. എനിക്ക് നല്ല കുത്തരി ചോറും സാമ്പാറും
അവിയലും തോരനും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി തരണം. പറ്റുമോ? എങ്കിൽ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാം. അതൊന്നും എനിക്കറിയില്ല ചിത്തേട്ടാ. എനിക്ക് പഠിപ്പിച്ചു തന്നാൽ ഞാൻ അതുപോലെ ഉണ്ടാക്കി തരാം. അത് കൊള്ളാലോ. നിന്നെ പഠിപ്പിച്ച് വേണോ ജോലി ചെയ്യിക്കാൻ? അതൊന്നും ശരിയാവില്ല. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. അങ്ങനെ പറയില്ല ജിത്തേട്ടാ. എൻ്റെ അച്ഛൻ ബാങ്കിൽ FD ഇട്ടേക്കുന്ന കാശൊക്കെ ഞാൻ തരാം. എനിക്കിവിടെ നിൽക്കണ്ട. എനിക്കിവിടെ ആരുമില്ല. ആർക്കും എന്നെ വേണ്ട. പറഞ്ഞിട്ട് വിങ്ങിക്കരന്ന് നവമിയെ ഗൗരി ചേർത്ത് പിടിച്ചു. പിന്നെ ജിത്തുവിനെയും ഇവരെയൊക്കെ പറയുന്നതൊക്കെ കേട്ട് പുഞ്ചിരിയോടെ ഇരിക്കുന്ന ആരിനെയും ദേഷ്യത്തിൽ നോക്കി. ആരെന്തു പറഞ്ഞാലും ഞാൻ കാര്യമാക്കരുത് ജിത്തേട്ടാ. എൻ്റെ ആമയെ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്തായാലും ഇവിടെ വിട്ടിട്ട് പോവില്ല, അതുറപ്പ്. എൻ്റെ ഗൗരി കൊച്ചേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഉള്ളവർക്കത്ര പോരത്തവനാണ്. ഇനിയിപ്പോൾ അതോടെ പറയുമ്പോൾ എന്താകുമോ നോക്കാം. നിങ്ങളെവിടെയായിരുന്നു ആര്യ? ആ, ജിത്തു ഉണ്ടായിരുന്നോ കൂടെ? രാമചന്ദ്രൻ ആരിനോട് ചോദിച്ചപ്പോഴാണ് പിന്നാലെ വന്ന ജിത്തുവിനെയും ഗൗരിയും നവമിയെയും കണ്ടത്. ജിത്തുവിനെ കണ്ടതും ഓമനക്കുഞ്ഞമ്മയുടെ മുഖം കാർത്തു. നവമിയാണെങ്കിൽ കൊല്ലാനുള്ള കലിയും. നീന്ന് തിരികെ പോകുന്നുണ്ടോ ജിത്തു? ആദിത്യൻ ഓമനക്കുഞ്ഞമ്മയുടെ കനത്ത മുഖം കാണി വിഷയം മാറ്റാൻ ശ്രമിച്ച്, രാമ, ഞാനൊരു കാര്യം നിന്നോട്, ഈ പെണ്ണിനെ ആടെയെങ്കിലും കൂടെ പിടിച്ച് കെട്ടിച്ചുവിട്. ഇല്ലെങ്കിൽ ഇത് പേര് ദോഷമുണ്ടാക്കി വെക്കും. ദേ, നിങ്ങൾ വയസ്സായതാണ് എന്നൊന്നും ഞാൻ നോക്കില്ല. വായും പൊട്ടി മിണ്ടാതിരുന്നോണം. ജിത്തു അവർക്ക് നേരെ പൊട്ടിത്തെറിച്ചു. എടച്ചക്ക, നീ കൂടുതൽ നല്ലവനാകലെ. നീ ആ വാണിക്കൊപ്പം 3 വർഷത്തോളം ഭാര്യ ഭർത്താക്കന്മാരായാലേ ജീവിച്ചത്. ഒരു താലി പോലും കെട്ടാതെ. ഇപ്പം അവൾ നിന്നെ കളഞ്ഞിട്ട് വേറെ കെട്ടിപ്പോവുകയും ചെയ്തു. നിനക്ക് ആ പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തത് കൊണ്ടല്ലേ അവൾ പോയത്. എന്നിട്ട് വലതും പറയുന്ന ഞങ്ങൾക്ക് നേരെ ചാടുന്നോ? നീ ഈ പെണ്ണിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഞാൻ എന്തു പറയണം? ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല. ഇവിടെ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. അളിയ, എൻ്റെ മോനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലിരിപ്പം മനസ്സിലായി കേട്ടല്ലോ കാർത്തു. പിന്നെ എൻ്റെ മോൻ പിന്നാലെ നടന്ന് ആമിമോൾക്കൊന്നും സംഭവിക്കില്ല. ഇനി അതല്ല, എൻ്റെ മോനും ആമയ്ക്ക് സമ്മതമാണെങ്കിൽ അവൻ്റെ ഈ 13 വയസ്സ് കൂടുതൽ കൊച്ചിന് പ്രശ്നമില്ലെങ്കിൽ ഒരിക്കൽ അവനൊരു പെൺകുട്ടിയുടെ ഒപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അവൻ ഒളിപ്പിച്ചിട്ടുമില്ല. അതൊക്കെ ആമയ്ക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ച് ആമയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം എൻ്റെ മകൻ അവൻ അവകാശപ്പെട്ട അവൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ പണ്ട് ആഗ്രഹിച്ച പോലെ നവമി ബാലചന്ദ്രനെ വിവാഹം കഴിക്കും. ആരവത്തിലെ മൂത്ത മരുമകളാവുകയും ചെയ്യും. അതിന് എൻ്റെ മകൻ സമ്മതിക്കും. ഇതെൻ്റെ ഉറപ്പ്. അച്ഛാ, അച്ഛൻ ഇതെന്തൊക്കെയാ? വല്ലാത്തൊരു ഭാവത്തോടെ നിന്ന് പറയുന്ന ആദിത്യൻ ജിത്തുവിൻ്റെ വിളി കേട്ട് അവനെ തുറച്ചു നോക്കി. ആമയാവട്ടെ ഇതൊക്കെ കേട്ട് പകച്ചു നിന്നു പോയി.